മഴ ആയതുകൊണ്ട് ചെറിയ വഴുക്കലൊക്കെ ഉണ്ട്. അയ്യോ, ഇന്നും എടുക്കാനുള്ള അവക്കാടോ പറിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. രാവിലെ തന്നെ നല്ല മഴയാണ്. ഇപ്പൊ മഴ കുറച്ച് കുറവുണ്ട്. അപ്പൊ ആ ഗ്യാപ്പില് ഇതൊന്ന് പറിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, കയ്യിലൊരു നെറ്റൊക്കെ ഉണ്ട്. ഇത് അവക്കാടോ നമ്മൾ മരത്തിൽ കയറിയിട്ടാണ്. ഇതാട്ടോ മരം, നമ്മൾ കയറുന്ന മരം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മുകളിൽ കയറിയിട്ട് തന്നെയാണ് പറിക്കുന്നത്. അപ്പൊ അവിടുന്ന് എനിക്ക് അവക്കാടോ കിട്ടുന്നൊക്കെ പറിച്ചിട്ട് കൊടുക്കാനാണ് ഈ നെറ്റ്. അപ്പൊ ഇത് റിച്ച് ഉണ്ട്. വാ, അപ്പൊ മഴ പിന്നീ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പത്തെ മഴ എന്ന് പറഞ്ഞാൽ ചിങ്ങത്തിലെ മഴ കേട്ടോ. ഒരു ഗ്യാപ്പ് തരാതെ ചെറിയ മഴ പെയ്തുകൊണ്ടേ നിൽക്കുക. അതാണ് ചിങ്ങത്തിലെ മഴ. ഇങ്ങനത്തെ ചീഞ്ഞുകൊണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞ പോലെ തന്നെ ചിങ്ങത്തിലെ മഴ. അപ്പം ഒരു ചാക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ പറിച്ച് ഇടുന്നൊക്കെ താഴേക്ക് വരുന്നൊക്കെ ഇട്ട് കൊടുക്കാനും നമ്മൾ കൊണ്ടുപോകാനുള്ള ബോക്സ് ആണ്. ലാസ്റ്റ് നമുക്ക് തുടച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം കൊണ്ടുപോയിട്ട്. എന്തായാലും അതിനുള്ള ചെറിയ പായലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്റ്റാൻഡും കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് വെച്ചത് ഇത് കണ്ടില്ല, നമ്മൾ മരത്തിന്റെ എൻഡിലൊക്കെ കുറെ ഉണ്ട്. അതൊന്നും മുകളിൽ കയറിയിട്ട് നേരിട്ട് പറിക്കാൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെ സൈഡിൽ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് അവിടുന്ന് എത്തുന്ന ഹൈറ്റിലൊക്കെ അങ്ങനെ പറിച്ചെടുക്കണം. എന്തായാലും മരത്തിൽ കയറാൻ ഈ സ്റ്റാൻഡ് ഉപയോഗിക്കാം. ചെറിയ വഴുക്കലൊക്കെ ഉണ്ട്. ഈ മഴ ആയതുകൊണ്ടില്ല, നിൽക്കാതെ മഴ പെയ്യുന്നതുകൊണ്ട് കണ്ടില്ല, മരത്തിലൊക്കെ നല്ല വഴുക്കൽ വന്നിട്ടുണ്ട്. എന്തായാലും മുകളിൽ കയറാം. അപ്പൊ ഇതുപോലെയുള്ള നല്ല വലുപ്പമുള്ളതായിട്ട് പറിക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ അവക്കാടോ നിറച്ചു. ഈ മരത്തിലേത് ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് പറിക്കുന്നത്. ആദ്യ റൗണ്ട് നമ്മൾ വലുതൊക്കെ പറിച്ചു കഴിഞ്ഞു. അതിപ്പോ കഴിഞ്ഞ ആഴ്ച പറിച്ചത്. ഇപ്പൊ വീണ്ടും നല്ല ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം പറിക്കുന്നില്ല, ഇതുപോലെ നല്ല മൂപ്പായി വന്നത് മാത്രം. അപ്പൊ ഇത്രയും അവക്കാടോ പറിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മരത്തിന് കുറച്ചുകൂടെ മുകളിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ എൻഡ്. നല്ല മഴയുണ്ട്. അപ്പൊ അധികം മഴ വരുന്നതിന് മുന്നേ എന്ത് ചെയ്യാ, മേലുള്ള പറിച്ചെടുക്കുക. അത് ഇവിടെ കണ്ടില്ലേ, ഇഷ്ടം പോലെ അവക്കാടോ ഉണ്ട്. പക്ഷെ നമ്മളെ ഫാമിൽ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. അവക്കാടോ അത്ര ചെറുതൊന്നല്ല, നല്ല വലിയ അവക്കാടോ നിറച്ചു പിടി കണ്ടില്ല, നല്ല വലിയ അവക്കാടോ ആണ്. ഫസ്റ്റ് ക്വാളിറ്റിയിൽ പോകേണ്ട അവക്കാടൊക്കെയാണ്. പക്ഷെ എന്തായാലും ഇപ്പം വില വളരെ കുറവാണ്. നമുക്ക് തുടക്ക സമയത്ത് പറഞ്ഞില്ല, ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നല്ല വില കിട്ടിയിരുന്നു. 100 രൂപയ്ക്ക് മുകളിലൊക്കെ വില ഉണ്ട്. ഇപ്പം വില വളരെ കുറവാണ്. എന്നാലും ഇവരിങ്ങനെ ഇറക്കി ഓർഡറൊക്കെ തരുന്നുണ്ട്. നമുക്ക് സാധനം അങ്ങനെ എടുക്കാൻ വെക്കുന്നൊന്നുമില്ല. വില കുറഞ്ഞാലും ഇപ്പൊ ആവശ്യക്കാരൊക്കെ ഉണ്ട്. ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്താ പിന്നെ വില കുറവെന്ന് അറിയില്ല. ഇതിങ്ങനെ മഴക്കാലത്ത് വില കുറയും അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇതധികം എക്സ്പോർട്ട് ചെയ്യുന്ന ഫ്രൂട്ടാണ്. നമ്മൾ വയനാട്ടിൽ നിന്നൊക്കെ ഇത് അധികം പോകുന്ന എക്സ്പോർട്ടിങ്ങിനാണ്. അപ്പം എന്തായാലും വില വരേണ്ടതാണ്. ഇനി എന്താ കാരണം, ഇനി എല്ലാവർക്കും ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായിട്ടാണോ, കുറെ ആളിന് വില ഉണ്ടാവും പറഞ്ഞിട്ട് നല്ല കൃഷിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് വയനാട്ടിൽ കാപ്പിത്തോട്ടാണ്. അപ്പൊ അതിന് ഇടവേളയായിട്ട് പിടിയടാ, അതിന് ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാ. പിന്നെ അധികം പരിചരണം ഒന്നും വേണ്ടാത്തതുകൊണ്ടും അപ്പൊ ഇത് കൂടുതലായി പോയതുകൊണ്ടാന്ന് അറിയില്ല. എന്താ വെച്ചാൽ കുറെ ആളിത് വിശ്വസിച്ച് കൃഷിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വില കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. നമുക്ക് കൂടുതൽ മരങ്ങളൊന്നുമില്ല, ഒരു 4-5 മരം നമ്മുടെ ഫാമിലുള്ളൂ. അതിനൊക്കെ ആവശ്യക്കാരുണ്ട്. ഫാമിൽ വന്നൊക്കെ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. പിന്നെന്താണ്, നമ്മൾ നിലത്തിടാതൊക്കെ പറിക്കണം. നമ്മൾ കൊടുക്കുന്നത് അതിന്റെ ഒരു വൃത്തിക്ക് തന്നെ കൊടുക്കണ്ടേ. ഇവിടെ ഉള്ള എനിക്ക് കിട്ടൂല കേട്ടോ. തോട്ടി വെച്ചിട്ട് നെറ്റിലോട്ട് ആക്കേണ്ടി വരും. ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മളെ സ്റ്റാൻഡ് എത്തൂല, നല്ല മുകളിലല്ലേ. പിന്നെ ഇതൊന്നും ആയിട്ടില്ല. ഇതൊക്കെ കുറച്ചുകൂടെ മൂപ്പായിട്ട് പറിക്കുക. കണ്ടില്ലേ, ഇതിലിപ്പോ നമ്മൾ ആദ്യം പറിച്ചു അത്യാവശ്യം വലുപ്പമുള്ളത്. ഇപ്പൊ രണ്ടാം തവണ അങ്ങനെ വലുപ്പമുള്ളത് മാത്രമേ പറിക്കുന്നുള്ളൂ. പിന്നെ കുറച്ചൊരു ഡാമേജ് പോലെ ഉള്ളതും അധികം ക്ലിയർ ഇല്ലാത്തൊക്കെ നമ്മള് ഫാമിൽ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുക്കലാണ്. ഞങ്ങൾക്ക് ഇപ്പൊ എന്നും ജ്യൂസ്, അവക്കാടോ ജ്യൂസ് എന്നും കുടിക്കുന്നത്. പാലും ഉണ്ട് അവക്കാടും ഉണ്ട്. അതുകൊണ്ട് നല്ലതല്ലേ നമുക്കിങ്ങനെ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുക. പുറത്ത് വാങ്ങിക്കുമ്പോൾ നല്ല വിലയാണ്. 100 രൂപയ്ക്ക് മുകളിൽ ഇപ്പം ഇപ്പോഴും കടകളിലൊക്കെ വില ഉണ്ട്. നമ്മളെ കർഷകർ കൊടുക്കുമ്പോഴാണ് വില ഇല്ലാത്തതൊന്ന്. ഇനി എന്തായാലും കുറച്ച് താഴേക്ക് ഇറങ്ങി പറിക്കാം. ഇത് ഇവിടെ എൻഡിലുള്ള പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം സാധനമായില്ലേ. അതാ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മള് ആദ്യം പറിച്ച വലിപ്പമുണ്ട്, അതാണ് പറഞ്ഞത്. പക്ഷെ അവക്കാടൊക്കെ നല്ല മഴയൊക്കെ കിട്ടിയോണ്ടാണ് അത്രയും കായ്കൾ ഉണ്ടായിട്ടും വലിപ്പം കൂടുതലുണ്ട്. മറ്റേ കായ്കളുടെ എണ്ണം കൂടി കഴിഞ്ഞാലൊക്കെ വലിപ്പം കുറയലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും കുറ്റം പറയില്ല നമ്മളെ അവക്കാടോക്ക്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ ആഴ്ച തന്നെ പറഞ്ഞില്ലേ, ആദ്യം ഓർഡർ വന്നു, ഇപ്പൊ രണ്ടാമത്തെ ഓർഡർ. അത് അങ്ങനെ ഓർഡർ കിട്ടുന്നുണ്ടല്ലോ, അത് മതി. സാധനം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആവശ്യക്കാർ നമ്മുടെ അടുത്ത് എന്തായാലും വരും. ഇവിടെ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. വലിപ്പമുള്ളതൊക്കെ ഏറ്റവും എൻഡിലുണ്ടാന്ന്. നമ്മൾ കണ്ണിമാങ്ങയൊക്കെ പറിക്കുന്ന പോലെ തന്നെ ഏറ്റവും തറ്റത്തുണ്ടാ. കണ്ടില്ല, സൂപ്പർ സാധനടാ. ഇട്ടറിച്ചു. ഇവിടെ ഉള്ളത് പറിക്കണമെങ്കിൽ കുറച്ച് റിസ്ക്. നമുക്ക് എന്തായാലും വീഡിയോ ഒക്കെ അവരൊന്ന് കാണിക്കണം. എന്താ വെച്ചാൽ ഇത്ര റിസ്ക് എടുത്താണ് ഇത് പറിക്കുന്നത് വരണം. അപ്പോഴേക്കും കുറച്ച് വില കൂടുതൽ വന്നാലോ. പിന്നെ ആവശ്യക്കാർ നമ്മൾ ഫാമിൽ വന്നാലും ഉണ്ട് കേട്ടോ. നമുക്കിപ്പോ പറയി തുടങ്ങിയിട്ട് ഇപ്പൊ ഇങ്ങനെ പോന്നു. പറയി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരാഴ്ച ആയി. നമ്മളെ അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ ഫാമിൽ വന്നാലൊക്കെ നമ്മൾ കൊടുക്കും. എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെയും വിൽക്കാലോ. ഇങ്ങനെ ഇത് പിന്നെ കൂടുതലായിട്ട് ഓർഡർ തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറിച്ചു കൊടുക്കുന്നത്. ഇവിടെ വന്നിട്ട് 1 കിലോ വേണമെങ്കിൽ 1 കിലോ അങ്ങനെയൊക്കെ തരാം. എന്താ വെച്ചാൽ എല്ലാവരും കൊണ്ടുപോയിക്കണം. നല്ല ക്വാളിറ്റി ഉള്ള സാധനവും പിന്നെ അത്യാവശ്യം നല്ല ഗുണങ്ങളുണ്ട്. ഈ അവക്കാടോക്ക് വില വരാൻ തന്നെ കാരണം ആദ്യമൊക്കെ നമ്മൾ ഇത് കുറെ കൃഷി ചെയ്തിട്ട്
ഇതിങ്ങനെ ആർക്കും വേണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ടുള്ളൂ ഈ അവക്കാഡോ ഇങ്ങനെ ഒരു ഡിമാൻഡുള്ള സാധനമായി മാറിയത്. ഇതിന് ഗുണങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് അറിയാം. നമ്മളിതൊക്കെ ഒരു നിസ്സാരാക്കി കണ്ട് പുറത്തോട്ട് പോകുന്ന പുറം രാജ്യങ്ങളിലൊക്കെ ഇതിന് നല്ല വില ഉള്ളതുകൊണ്ട് അങ്ങനെ മാർക്കറ്റ് ആയിട്ടോ. മോശം എന്നല്ല പറഞ്ഞത്, അങ്ങനെ മാർക്കറ്റായി കിട്ടി. മോനെ ഇത് പറിക്കാൻ കുറച്ച് റിസ്ക് ആണല്ലോ. പിന്നെ ഈയട ഒന്ന് വീണ്. ഇതെങ്ങനെയും പറിക്കണം. ഇതിപ്പോ കുറച്ച് 4-5 വലുതുണ്ട്. ഇങ്ങോട്ട് ചെറിയൊരു കമ്പനിയും കിട്ടുമോ? ഒരു കമ്പ് എടുക്കണം, അല്ല കിട്ടൂല. എൻ്റെ ഇട താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കണം. വീട്ടിലാണെങ്കിൽ എല്ലാ മരത്തുനിന്ന് താഴെ ചെന്നാൽ എന്തായാലും കുറച്ച് ചെറുതും പഴുത്താക്കായിട്ട് ഇങ്ങനെ വീണ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം പറിക്കാനായിട്ടേ റിച്ചു ഒരു തോട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓടയില് ഇതിൽ വടി കെട്ടിയിട്ട് എങ്ങനെ നോക്കാം നമുക്ക്. സക്സസ് ആയാലും എന്നെ എനിക്ക് പിടിക്കാൻ കിട്ടിയാൽ മതി, ബാക്കി നമ്മളേറ്റ്. പിന്നെ ഇപ്രാവശ്യം എന്നല്ല, ഒരു പ്രശ്നം കിട്ടും. ഈ സമയത്ത് അവക്കാഡോ എടുക്കുമ്പോൾ അത്യാവശ്യം ഇതുപോലെയുള്ള വലിപ്പമുള്ളത് മാത്രമേ ഡിമാൻഡ് ഉള്ളൂ, അല്ലാത്തവർക്ക് വേണ്ട. ചെറുതും ഒരു മീഡിയം വലിപ്പമുള്ള ഒന്നും കച്ചവടക്കാർ ആരും എടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓർഡർ കിട്ടുന്നത്. വിച്ചുവിന്റെ തോട്ടി എത്ര റെഡി ആവുന്നത് അതാ കിട്ടാനായിട്ട്. പിടിച്ചിട്ടുണ്ട് കിട്ടി. ഒന്നെങ്കിലും കിട്ടിയല്ലടാ തോട്ടിയായിട്ട്. പിടി, നിലത്തിടല്ലേ, വേമിച്ചിട്ടോ. അത് പിടിച്ചു നിൽക്കാൻ അത് എന്റെ വടി എത്ര ഉറപ്പുണ്ടെന്ന് അറിയില്ല, തീർച്ചയായിട്ടും പോകും. അയ്യടാ മിസ്സായി. കിട്ടി. ഒരു 5 എണ്ണം ഉണ്ട് നല്ല വലുപ്പമുള്ള. 3 എണ്ണം പറിച്ചു. ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അയ്യോ, വേം പിടി. ഇതാ ഞാൻ ഇടുന്നുണ്ട്, നോക്കാനും വയ്യ. പെട്ടെന്ന് ഇതൊന്നും കൂടെ ഉള്ളൂ. സക്സസ് ആയി. വിച്ചുവിന്റെ തോട്ടിനെ കൊണ്ട് നമ്മൾ 5ഉം പറിച്ചിട്ടുണ്ട്. അതാ പിന്നെ ഇതാ ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അധികം വലുപ്പമില്ലാത്ത, നമ്മൾ പറിക്കുന്നത് നല്ല വലുപ്പമുള്ള മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നല്ല ക്വാളിറ്റി നോക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളത് മാത്രം അവർ എടുക്കുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നല്ല വിലയുള്ള സമയത്ത് അവർ ഏത് എടുത്തിരുന്നു. ഇപ്പൊ അവർക്ക് വലിപ്പം ഒരു 2 എണ്ണൊക്കെ 1 കിലോന്റെ അടുത്ത് വരണം, അങ്ങനെയൊക്കെ കുറെ കണ്ടീഷൻസ് വന്നിപ്പോ. ഏപ്രിൽ മാസമൊക്കെ കൊടുത്തപ്പം എന്തെങ്കിലും അവക്കാഡോ ആയാൽ മതി എന്ന് പറഞ്ഞത്. 150 റുപ്യക്ക് മേലെ, 150 റുപ്യ 100-ന് മേലൊക്കെ വിലയും കിട്ടിയിരുന്നു. റിച്ച് ഇവിടെ കുറച്ചുണ്ട്. വാ, നമുക്കുള്ള ഓർഡറിലിട്ടുള്ളത് കുറച്ചും കൂടെ പറിക്കേണ്ട, അത് വേഗം പറിച്ചെടുക്കണം. പിടിക്ക് ഇടട്ടെ. അതാ ഇത് നല്ല വലിപ്പള്ളം കൂടി. വാ, പെട്ടെന്ന് വാട്ടോ. മഴ അടയുന്നതിന് മുന്നേ ഇത് പറിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിടി, സ്പീഡ്. പെട്ടെന്ന് പറിക്കുക. റിച്ചിന് ഓടിക്കുകയാണ്. ഇതിൽ 2 എണ്ണം അടുപ്പിച്ചിടാത്ത നെറ്റില് രണ്ടാമത്തെ കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട്ടി തട്ടിയിട്ട് അവിടെ ഡാമേജ് വരും. അതുകൊണ്ടാണ് ഓരോന്ന് തന്നെ അവിടെ കൊണ്ട് പിടിപ്പിക്കുന്നത്, അല്ലാതെ അടുപ്പിച്ചിട്ട് കൊടുക്കാത്തത്. പിന്നെ മരത്തിന് ഉറപ്പ് കുറവാണ്, അതുകൊണ്ട് അധികം എൻഡിലോട്ടൊന്നും പോയിട്ട് അങ്ങനെ പറിക്കാൻ മതി, പെട്ടെന്ന് പൊട്ടും. ആ ഒരു പ്രശ്നമുണ്ട്. അവക്കാഡോ മരത്തിന് ഉറപ്പ് കുറവാണ്. പിടി, അങ്ങോട്ട് ഇറങ്ങി. അവിടെ നിന്നോ, അങ്ങോട്ട് ഇതാ വരുന്നത്. പിടി. പിന്നെ കൊടുക്കാനുള്ള അവക്കാഡോ ആയിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള അവക്കാഡോ തന്നെ ഉണ്ടല്ലേ, സൂപ്പർ അവക്കാഡോ. പിന്നെ നമുക്ക് ഇത് ബോക്സിലാക്കണം. ഒന്ന് തുടച്ചിട്ടാണ് കൊടുക്കുന്നത്. നിലത്തിലാതെ പറിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ബോക്സിൽ ഒതുക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് വേഗം തന്നെ ഇതൊക്കെ നല്ല മൂപ്പായിട്ടാട്ടോ. ഇങ്ങനെ നിറം വന്നിട്ടുള്ള ഇത് കേടൊന്നല്ല, നല്ല മൂപ്പായി കഴിഞ്ഞാൽ അവക്കാഡോ ഇതുപോലൊരു ഷെയ്ഡ് വരും. കണ്ടില്ലേ, അധികം പച്ച ഉണ്ടാവില്ല. ഇതിലെല്ലാം മൂപ്പായതുകൊണ്ട് ഇതാ ഇങ്ങനെ ഈ പച്ച പോവും. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ബ്രൗൺ ഷേപ്പ് വരും, ഒരു ബ്രൗൺ നിറമായിട്ട് വരും. ബ്രൗൺ ഷേപ്പ് അല്ല, ബ്രൗൺ നിറമായിട്ട് വരും. തുടച്ചു വെക്കട്ടെ. നമ്മൾ അവക്കാഡോ കൊണ്ടു കൊടുക്കാനായിട്ട് പോവാണ്. ബോക്സ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറിക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ വീഡിയോ കാണുന്ന കുറെ ആളുകൾക്ക് ഇനി അവക്കാഡോ വേണ്ടി വരും. അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ നേരിട്ട് വന്നു അവക്കാഡോ വാങ്ങിക്കാവുന്നതാണ്.